ഹായ് ഹലോ ചങ്ങായിമാരെ, നിങ്ങൾ ബ്ലാക്ക് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? നല്ല കറുത്ത ചിക്കൻ കറുത്ത ബിരിയാണി. ഞാൻ ഒരുപാട് ഹോട്ടലുകളിൽ ഈ ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട് കറങ്ങി നടന്നു, എവിടെയും കിട്ടിയില്ല. അവസാനം നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക തരം അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഈ അരി അത്യാവശ്യം നല്ല റേറ്റുള്ള അരിയാണ്. 1 കിലോന് 450 റുപ്യയുടെ അരിയാണ് ആ സ്ലോ മോഷനിൽ വീഴുന്നത്. അപ്പോൾ ഈ അരി നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ അധികം വെള്ളത്തിൽ നന്നായിട്ട് മറ്റേ സാധാ ബസ്മതി അരി കഴുകുന്ന പോലെ ഒന്നും കഴുകരുത്. കാരണം ഇത് പ്രകൃതിദത്തമായിട്ട് ഉണ്ടാകുന്ന അരിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം വാർന്ന് എടുക്കാം. വെള്ളമൊക്കെ ഒരു പ്രത്യേക നീല കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വരട്ടെ, നമുക്ക് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ചിക്കനിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിലേക്ക് നമുക്ക് മസാല, വളരെ കുറച്ച് മസാലകൾ മതി. നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊയ്തീന അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് മുളക് ഇട്ടതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മസാല ഒക്കെ ഒന്ന് ഉഷാറായിട്ടൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കമ്പിമ കോർത്തിട്ട് അടിപൊളിയായിട്ട് മസാല ഒക്കെ കുറച്ച് നേരം പിടിക്കുന്നതിന് വേണ്ടി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള കനൽ ഉഷാറായിട്ട് കിടന്നിരുന്നു അതിൻ്റെ മേലേക്ക് ഇതിനാണ്ട് വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേന് ഈ ചിക്കൻ വെന്ത് വരും. അപ്പോഴത്തേന് നമുക്ക് ഈ ബിരിയാണിക്കുള്ള മസാല കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ സവാള വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചിയുടെയും പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും അതേപോലെ ചാട്ട് മസാലയും കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മസാല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചിക്കൻ്റെ കുറച്ച് പാർട്സ് ഇട്ട് കൊടുക്കുക. ആ പാർട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ചിക്കൻ്റെ പാർട്സൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. മസാലയിൽ കുറച്ച് നേരം നമുക്ക് അത് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുന്നായിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് അതേപോലെ പട്ട ഐറ്റംസ് ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വാർന്ന് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, നമ്മുടെ ബ്ലാക്ക് റൈസ്, ആ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇളക്കിക്കൊണ്ട് അധികം ഇളക്കാതെ നമ്മളധികം പൊട്ടാതെ നോക്കണം. അതിനുശേഷം നമ്മൾ വേവ് വന്നതിന് ശേഷം നമുക്കതിന് ഊറ്റിയെടുത്തിട്ട് നമ്മുടെ ചിക്കൻ മസാലയിലേക്ക് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല മിൽമൻ്റെ നെയ്യ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് നേരം ഇത് ആവിയിൽ ചെറിയ തീയിൽ മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കണ്. അടിപൊളി സ്മെല്ലാട്ടോ, ഒരു രക്ഷയില്ല, ഒരു പ്രത്യേക തരം സ്മെല്ല്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. എന്നിട്ട് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ പറഞ്ഞുതരാം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാ ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റൊന്നുമില്ല, ഒരു വേറെ ലെവല്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ബിരിയാണി കഴിക്കാൻ പറ്റുള്ളൂ, കാരണം അത്രക്ക് റേറ്റ് ഉണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തക്കണം കേട്ടോ, നല്ല ടേസ്റ്റ്. നമ്മൾ കനലിലാണല്ലോ ചിക്കൻ വേവിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ റൈസ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ബ്ലാക്ക് റൈസ് കൊണ്ടുള്ള ബിരിയാണി, ബ്ലാക്ക് ബിരിയാണി സൂപ്പറാണ്. അപ്പോൾ ഈ ബ്ലാക്ക് റൈസ് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി ഉടൻ തന്നെ അടുത്ത